തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. ലോകമെങ്ങും തൊഴിലാളി ദിനം ആചരിച്ചു. പോരാട്ട വീര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും സ്മരണ പുതുക്കിയാണ് ഈ ദിവസം തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിൻ്റെ ഭാഗമായി ജില്ലയിലും വിവിധയിടങ്ങളിൽ മെയ് ദിന റാലികൾ സംഘടിപ്പിച്ചു. CITU, AITUC എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് NV ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരാണ് റാലിയിൽ പങ്കെടുത്തത്. പാലത്തുംകരയിൽ നിന്നും ആരംഭിച്ച റാലി കൂത്തുപറമ്പ് മാറോളിഗഡ് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. പട്ടിണി കൂലി മാത്രം ലഭിക്കുന്ന തൊഴിലാളികൾ, അങ്ങനെ നരകതുല്യമായ അടിമ ജീവിതം നയിച്ച ലോക തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒരു ചുവടുവെപ്പാണ് ചിക്കാഗോവിൽ തൊഴിലാളി വർഗം നടത്തിയത്. ആ പോരാട്ടത്തെ തുടർന്നാണ് ഭരണകൂടം ഒരു തൊഴിലാളിയുടെ ഒരു ദിവസത്തെ ജോലി സമയം 8 മണിക്കൂർ എന്ന് നിജപ്പെടുത്തിയത്. 8 മണിക്കൂർ അധ്വാനം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ഒരു ദിവസത്തെ 3 ഭാഗങ്ങളായി തിരിച്ച് തൊഴിലാളി വർഗത്തിന്റെ അധ്വാനത്തിന്റെ സമയം നിജപ്പെടുത്തിയ ആ ചരിത്രപരമായ തീരുമാനം ലോകത്താകെ നടപ്പാക്കുന്നത് 949 ശേഷമാണ്. M വിനോദ് അധ്യക്ഷനായി. VK സുരേഷ് ബാബു, T ശശി, M സുകുമാരൻ, T അശോകൻ, O കാർത്തിയായനി, K സുധീർ, K അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികളുടെ കരുത്തറിയിച്ച് മട്ടന്നൂരിലും തൊഴിലാളി ദിനാഘോഷം സംഘടിപ്പിച്ചു. പടുകൂറ്റൻ റാലിയും പൊതുസമ്മേളനവും നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏകപക്ഷീയമായി തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനും പരിശ്രമിക്കുമ്പോൾ ഈ സാമ്രാജ്യത്വ കോർപ്പറേറ്റ് ഭരണത്തിനെതിരായി ലോകത്തെമ്പാടും ഉജ്ജ്വലമായ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ ശക്തിപ്പെടുന്നൊരു ഘട്ടത്തിലാണ് 2026 മെയ് ദിനം നാം ആചരിക്കുന്നു എന്ന ചരിത്രപരവും രാഷ്ട്രീയവുമായ പ്രത്യേകത ഈ തവണത്തെ മെയ് ദിനത്തിനുണ്ട്. CITU, AITUC, ഇടത് അനുകൂല സർവീസ് സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മട്ടന്നൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചത്. മട്ടന്നൂർ നഗരം ചുറ്റി റാലി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. രാജീവൻ അധ്യക്ഷനായി. നേതാക്കളായ P പുരുഷോത്തമൻ, T കൃഷ്ണൻ, K കുഞ്ഞിക്കണ്ണൻ, M ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU മട്ടന്നൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ റാലിയും മട്ടന്നൂരിൽ സംഘടിപ്പിച്ചു. CITU ഏരിയ സെക്രട്ടറി K കുഞ്ഞിക്കണ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. AV പ്രമോദ് അധ്യക്ഷനായി. നേതാക്കളായ P ശ്രീജേഷ്, K ജിതേഷ്, TK ബഷീർ, U പവിത്രൻ എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി റോഡിൽ കനാൽ പരിസരത്തു നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി ടൗണിൽ സമാപിച്ചു. FITU സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. സംസ്ഥാന ട്രഷറർ മുല്ലക്കര ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് C മുഹമ്മദ് ഇന്ത്യാസ് അധ്യക്ഷനായി. സാദിഖുളിയിൽ, ഷാജഹാൻ ഐച്ചേരി, PK സമീറ, സാജിദ് കോമോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CMP, KCWF, KCMTU ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി. സംസ്ഥാന സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. M കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. VN അഷറഫ്, K രവീന്ദ്രൻ, D സജിത് ലാൽ, K ഉഷ, K കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CITUവിന്റെ നേതൃത്വത്തിലും കണ്ണൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ഷാജി അധ്യക്ഷനായി. താവം ബാലകൃഷ്ണൻ, A അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് ദിനാഘോഷത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാച്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഏച്ചൂരിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. P ഭാസ്കരൻ അധ്യക്ഷനായി. V ഷാജി, K ബാബുരാജ്, E സുർജിത്ത്, MC രതീഷൻ, P ചന്ദ്രൻ, PP അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരിയിലും മെയ് ദിന റാലി സംഘടിപ്പിച്ചു. NE ബാലറാം മന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു.
തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ചു എന്ന നിലയിൽ 10ഓളം വരുന്ന തൊഴിലാളികൾ തുടർച്ചയുള്ള ആക്രമണത്തിൽ മരണപ്പെട്ടു. സംഭവത്തിൽ 4 പേരും തുടർന്നുള്ള പോലീസ് അതിക്രമത്തിൽ 10 പേരും മരണപ്പെട്ട ഈ കൊലപാതകം തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് 1886 മെയ് മാസം 17-ാം തീയതി അവിടുത്തെ ജുഡീഷ്യറി ഏകപക്ഷീയമായി തൊഴിലാളികളെ കൊലയാളികളായി ചിത്രീകരിച്ച് വിധി പ്രഖ്യാപനം നടത്തി. ആഗസ്റ്റ് മാസം 20-ാം തീയതി അതിൽ 8 പ്രതികളെ തൂക്കിലേറ്റണം എന്ന് കോടതി വിധിക്കുകയുണ്ടായി. അതിലൊരാൾ ജയിലിൽ തൂങ്ങി മരിക്കുകയും 7 ആളുകൾ തൂക്കുകയർ ഏറ്റുവാങ്ങുകയും ചെയ്തു. M. ബാലൻ അധ്യക്ഷനായി. K. മനോഹരൻ, OC ബിന്ദു, TP ശ്രീധരൻ, ST ജെയ്സൺ, സജീവൻ, A. രമേഷ് ബാബു, VP വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.